വെൽക്കം ബാക്ക് ഡിയേഴ്സ്. അപ്പോൾ രാവിലെ ഓഫീസിൽ പോയി ഇറങ്ങി കേട്ടോ. സമയം രാവിലെ 9 മണി കഴിഞ്ഞു. അങ്കൂന് ഓൺലൈൻ ക്ലാസ് ആട്ടോ. തണുപ്പായതുകൊണ്ട് അവർക്ക് വിന്റർ വെക്കേഷൻ, പക്ഷെ ഓൺലൈൻ ക്ലാസ്സാ. 9:10 6 ഡിഗ്രിയാണ്. തണുപ്പുണ്ട്, പുറത്ത് നല്ല വെയിലും ഉണ്ട്. ഇന്ന് രാവിലെ സൂര്യൻ ഉദിച്ചു. അപ്പോൾ അതേപോലെ നമ്മൾ കിച്ചണിലെത്തി. ഇന്ന് വെയിലുണ്ടെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഐശ്വര്യം. വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിൽ വന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷം ഇത്രയും നല്ല കത്തി നിൽക്കുന്ന വെയിൽ വന്നത്. അപ്പോൾ തുണിയൊക്കെ കഴുകി ഇടാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ്. പെട്ടെന്ന് നമുക്ക് ഒരു ഇത് ഉണങ്ങി കിട്ടുകയും ചെയ്യും പുറത്ത് ആ വെയിലത്തൊക്കെ ഇട്ടാൽ. നമുക്കിപ്പോൾ ബാൽക്കണിയിൽ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ ഇഡലി സാമ്പാർ ചട്നി, അത് ചൂടോടെ കഴിക്കാം. നാട്ടിലിപ്പോൾ ശരിക്കും നല്ലൊരു കാലാവസ്ഥയല്ലേ. അങ്കുവിൻ്റെ ഓൺലൈൻ ക്ലാസ് നടക്കുക കേട്ടോ. അവൻ എടുക്കല്ലേ എന്ന് പറഞ്ഞു, കാരണം യോഗ ക്ലാസ് നടക്കുക. അപ്പോൾ ഞാൻ ഒളിച്ചു നിന്നെടുക്കുക. അവൻ എടുക്കല്ലേ അമ്മ എന്ന് പറഞ്ഞു, കാരണം ഈ കസർത്ത് കാണിക്കുന്നതേ. അപ്പോൾ യോഗ സാർ ഓരോ സ്റ്റെപ്പുകൾ പറഞ്ഞു കൊടുക്കും, അവൻ ഇവിടുന്ന് ചെയ്യാണ്. എനിക്ക് ചിരി പൊട്ടിപ്പോയി. അപ്പം ഞാൻ ഒളിഞ്ഞു നിന്നൊന്ന് എടുക്കുക. രാവിലെ 9 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് അവൻ്റെ ക്ലാസ്. ഞാനപ്പോൾ ഒരു ചായ ഇടുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കുന്ന ഒരു അസുഖം തണുപ്പത്ത് വരുന്നതാണ്. അത് ചൂടായാലും നമുക്ക് വിട്ടു മാറാൻ പ്രയാസമെങ്കിലും അത് ഇനി കുറച്ചുകൊണ്ട് വരണം. നേരെ റൂമിലെത്തി. ഞാൻ പറഞ്ഞില്ലേ നല്ല വെയിലുണ്ടെന്ന്, നമ്മുടെ ആ ഫ്ലോറിൽ വന്ന് അടിക്കുന്നുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. പുറത്ത് ഉണ്ടോ എന്ത് ഐശ്വര്യമാന്നേ, കുറേ നാൾക്ക് ശേഷം. അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫോഗ് വന്ന് ഇങ്ങനെ വെള്ളത്തുള്ളി ഇങ്ങനെ നനഞ്ഞു കിടക്കുന്ന പോലൊക്കെയാണ് നമുക്ക് തോന്നി. ഇന്ന് നല്ല മഞ്ഞ കളറിൽ നമ്മുടെ പച്ചലയൊക്കെ കണ്ടോ ചിരിച്ച്, എന്ത് ഭംഗിയാ. അപ്പോൾ ഞാൻ കുറേ നേരം അതൊക്കെ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് കേട്ടോ. അതിനൊരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും കിച്ചണിലെത്തി. നമ്മളപ്പോൾ തലേ ദിവസം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പാർട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്യൂർ വെജിറ്റേറിയൻസ് ആണ്. അപ്പോൾ വെജിറ്റേറിയൻ ടൈപ്പിൽ നമ്മുടേതായ രീതിയിൽ എന്നെ വിൻ്ററിന് പറ്റുന്ന ഒരു രീതിയിലാണ്, അവർക്കും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. നമ്മുടെ നാടൻ സാധനങ്ങൾ തന്നെയാണ്, എരിവൊക്കെ കുറച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു കുഞ്ഞു സ്നേഹം. ഞാൻ പുറത്തിറങ്ങി. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് കണ്ട് എനിക്ക് ശരിക്കും ഞാൻ ആദ്യമായിട്ട് ഈ സംഭവം കാണുന്നത് നമ്മുടെ അകത്തെ ജനലിൽ നിന്ന് നോക്കിയപ്പോൾ തൊട്ട് മുന്നിൽ നിൽക്കുന്നൊരു സംഭവമായത്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതൊരു സൈസിൽ പൂവാട്ടോ. അപ്പോൾ ഈ ഒരു ചെടി എല്ലാവർക്കും അറിയാം. ഞാൻ ഈ ചെടിക്ക് ഇങ്ങനെ ഒരു പൂവുണ്ടെന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മ പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്ന്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത് എന്താണെന്ന് കാണിച്ചു തരാം. നമ്മുടെ അലോവേര കേട്ടോ. അതിന് പൂവൊക്കെ ഉണ്ടെന്നേ. ഞാൻ വിചാരിച്ചാൽ എനിക്ക് കിഴങ്ങ് മാത്രമേ ഉള്ളൂ, നമ്മുടെ കള്ളിമുള്ളു പോലൊക്കെ നിൽക്കുന്നു. എനിക്കൊന്ന് കള്ളിമുള്ളിനും പൂവുണ്ട് ഇങ്ങനത്തെ. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, കാക്ടസ് ഫ്ലവർ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മുടെ ഈ ജനലിൽ കൂടെ നോക്കി നിന്നപ്പോഴാണ് ഞാനിത് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഒന്ന് എടുത്തേക്കാന്ന്. എന്ത് ഭംഗി ഇന്ന് പുറത്തില്ലേ. പിന്നെ തണുപ്പത്തെ കുറച്ച് ഫുഡ്സ് എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഒന്നാമതായി നമുക്ക് ചൂട് കിട്ടുന്നൊരു സംഭവം ചീപ്പായിട്ട് നമ്മുടെ തോട് കപ്പലണ്ടി. ഇപ്പോൾ ഒരാൾക്ക് ഇവിടുത്തെ മണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു, മാർക്കറ്റില്ലേ, അവിടെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാ. നമ്മുടെ ശർമാജിയുടെ കടയിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി വാങ്ങിച്ചതാ. പിന്നെ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് പ്രത്യേകതയായ പേരയ്ക്ക. ഇത് പക്ഷേ ഇപ്പോൾ സീസൺ ആട്ടോ. പഴുത്തതും പച്ചയും കൂടെ മിക്സ് ചെയ്താണ് വാങ്ങിച്ചത്. ഇതും മണ്ടിയിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ഇപ്പോൾ ഈ തണുപ്പത്ത് മെയിനായിട്ട് കിട്ടുന്നൊരു സംഭവമാണ് ഈ പേരയ്ക്ക എന്ന് പറയുന്നത്. ജജർ പേരയ്ക്ക എന്ന് പറയും, നമ്മളിവിടെ തന്നെ പിടിച്ചതാണ്. പിന്നെ പഴം എല്ലാ സീസണിലും ഉണ്ട്. ഈ സമയത്ത് അധികം പഴം കഴിച്ചുകൂടെന്ന് പറയും, പക്ഷേ പഴവും വാങ്ങിച്ചു. പിന്നെ മുട്ട, അതും നല്ലതാട്ടോ ഈ ടൈമിൽ. അപ്പോൾ ഡിന്നറിന് ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ചിക്കൻ ചട്ടി ബിരിയാണി. അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ചട്ടി ബിരിയാണി. എന്തോ കഴിക്കാൻ തോന്നി. നമ്മുടെ ചിക്കൻ്റെ കാലുണ്ടായിരുന്നു കേട്ടോ, കാല് കൊണ്ടുള്ള ബിരിയാണിയാണ്. അതൊക്കെ അമ്മ ഗ്രേവിയൊക്കെ ഉണ്ടാക്കി റൈസൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. എല്ലാം ഉള്ളി ഒക്കെ വറുത്തിട്ടതും നമ്മുടെ മല്ലി പുതിന എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നെയ്യും വെച്ചു. ഒന്ന് ദമ്മും കൂടെ ചെയ്തെടുത്തു. ദമ്മെന്നല്ലല്ലോ, കുറച്ച് നേരം ആവി കയറ്റി എടുത്തു. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ ചൂടോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ മണം വരുമ്പോഴുണ്ടല്ലോ പിന്നെ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല, അപ്പോഴേ കഴിക്കണം. ഇതൊക്കെ ചൂടോടെ കഴിച്ചാലേ ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ അത് ചിക്കൻ കാല് ബിരിയാണി, ചിക്കൻ കാല് ചട്ടി ബിരിയാണി, ഇവിടെ തൈര്, അച്ചാറ്, മുട്ട പുഴുങ്ങിയത്. ഞാനും അമ്മയും അങ്കും കൂടെ എടുത്ത് കഴിക്കുക. ഒരാൾക്ക് ഇന്ന് വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ക്ഷമയുണ്ടായിരുന്നില്ല, ഞങ്ങൾ പെട്ടെന്ന് കഴിക്കുക. ഒരു സൈഡിലോട്ട് അമ്മ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അങ്കും വളരെ ഹാപ്പി ആയിട്ടാണ്. അവൻ ചിക്കൻ എന്ന് കണ്ടാൽ പിന്നെ അവൻ ഹാപ്പി ആവും കേട്ടോ. ഇനി അപ്പോൾ ഞാനും
കഴിക്കട്ടെ നമ്മുടെ ചിക്കൻ ചട്ടി ബിരിയാണി. പിന്നെ നമ്മുടെ ഗസ്റ്റിന് കൊടുത്ത മെനു ഇതൊക്കെയായിരുന്നു. സ്റ്റൂ ആട്ടോ ഇത്, വെജിറ്റബിൾ സ്റ്റൂ. പിന്നെ അപ്പത്തിൻ്റെ മാവ് ഞാൻ അരി അരച്ചതും അതുപോലെ തന്നെ പൊടി കൊണ്ട് അരച്ചതും വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും പൊങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വിറ്റാമിൻ ദോശയും. അതുകൂടാതെ നമ്മുടെ സീസണലായിട്ട് ഇപ്പം കിട്ടുന്നതാണ് നമ്മുടെ കപ്പക്കിഴങ്ങ്, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ. പിന്നെ ഇതൊരു സ്റ്റാർട്ടറാണ്, അമ്മ സ്പെഷ്യൽ എന്ന് പറയാം. കപ്പലണ്ടിയും ക്യാരറ്റും ഉള്ളിയൊക്കെ ഇട്ട് പപ്പടമൊക്കെ ലാസ്റ്റ് പൊടിച്ചിരുന്നൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ വിറ്റാമിൻ ദോശയ്ക്ക് പറ്റിയ തക്കാളി ചട്നി. പിന്നെ ഡെസേർട്ടായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ചെറുപയറും അരിയും തേങ്ങയും ഒക്കെ ഇട്ട ശർക്കര പായസം കേട്ടോ, ചൂടോടെ. അതും നല്ലതല്ലേ. ഈ സ്റ്റൂ ഇപ്പോൾ വരുന്നവർക്ക് ഒത്തിരി ഇഷ്ടം. ഞാൻ നേരത്തെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫേവറേറ്റ്. അവർ ശരിക്കും സൂപ്പ് പോലെ കുടിക്കും കേട്ടോ. പിന്നെ അപ്പത്തിന് ബെസ്റ്റ് ഒരു സ്റ്റൂ. വെജിറ്റേറിയൻസിന് ഒത്തിരി ഇഷ്ടപ്പെടും. പപ്പടം കാച്ചി വെച്ചേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർട്ടർ കാണിച്ചില്ലേ, അതിൽ പൊടിച്ച് ഇടാനാ. അപ്പോൾ ഇതൊക്കെ ഇനി സെറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കണം. അപ്പോൾ കഴിക്കാൻ നേരം ലാസ്റ്റ് പൊടിച്ചിട്ട് അത് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ആ പപ്പടം അങ്ങ് ഒരുമാതിരി തണുത്ത് പോകത്തില്ലേ. അങ്ങനെ ഒരു ഇതെല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. ലഞ്ചിനാണ് നമ്മൾ വിളിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ആദ്യം സ്റ്റാർട്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ ചൂടോടെ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ടുവെക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, അതും വെക്കുന്നുണ്ട്. ഇതൊക്കെ തണുപ്പത്ത് നമുക്ക് പറ്റിയൊരു സംഭവങ്ങളാണ്. ഇത് ഇങ്ങനെ പൊളിച്ച് കഴിക്കാനും ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതും ഒരു പാത്രത്തിലേക്ക് ആക്കി. പിന്നെ നമ്മുടെ പേരയ്ക്ക, കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഒക്കെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് മുറിച്ചിട്ട് അതും വെച്ചിട്ടുണ്ട്. നമ്മുടെ ടൗൺഷിപ്പിലെ പൂക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ വലിയൊരു റോസ് ഗാർഡൻ തന്നെയുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഞാൻ ഓരോ പൂക്കളുടെ ഭംഗി കാണിക്കാം. ഇതെനിക്ക് കളറൊന്നും പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റൂവ് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഹെൽത്തി സ്റ്റൂവാ. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, കറിവേപ്പില, സവാള ഇതെല്ലാം കൂടെ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ബേ ലീഫ് ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക്, മുഴുവൻ കുരുമുളക് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് പൈപ്പിൽ തണുപ്പായ ചൂടുവെള്ളം വരുന്നതുകൊണ്ട് അങ്ങനെ ഒഴിച്ചതാണ്. പച്ചവെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യമുള്ള നമുക്ക് ഗ്രേവി ഉദ്ദേശിച്ചത് എത്ര കൺസിസ്റ്റൻസി വേണം അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 വിസിൽ കൊടുത്ത് ആവിയൊക്കെ മാറിയിട്ട് തുറന്ന് നോക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടല്ലോ. എന്നിട്ട് അതൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഒരുവിധം ഒന്ന് ഉടയണം. അപ്പോഴാണ് ആ സ്റ്റൂവിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ നോൺ വെജിറ്റേറിയൻസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ചിക്കൻ ഇട്ടാൽ അതും നല്ല ടേസ്റ്റാണ്. അതും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് നമ്മുടെ സാധാരണ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ നോക്കി തീ ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ ഈ ഒരു ദോശയുടെ ബാറ്റർ ഒരുപാട് വട്ടം കാണിച്ചിട്ടുള്ള നമ്മുടെ പൾസസ് എല്ലാം കൂടെ ചേർത്ത് ശരിക്കും ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ദോശയായത്. ഇതിനകത്ത് ശരിക്കും ചെറുപയറും എല്ലാ ദാലുകളും മിക്സഡ് ദാലായിട്ട് ഞാൻ വാങ്ങാൻ അത് ഇട്ട് ഒരു പിടി അരിയെ ഇടത്തുള്ളൂ കേട്ടോ ഞാൻ. അപ്പോൾ അത് പെട്ടെന്ന് അത് സോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അരച്ചിട്ട് അപ്പോഴേ ചൂടാണ്. ഇത് ഫെർമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തണുപ്പത്ത് പറ്റിയൊരു ദോശയാണ്. കാരണം ഇഡ്ഡലി ദോശയൊക്കെ ഈ സമയത്ത് വലിയ പാടാണ് അത് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടാൻ. എത്ര ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ദോശയുടെയൊക്കെ ഒരു ഇതിൽ നമ്മൾ എടുത്തിട്ട് നമുക്ക് സാധാരണ ദോശക്കല്ലിൽ തന്നെ ചുട്ടെടുക്കാം. പിന്നെ നല്ലെണ്ണ ഒഴിച്ച് നമ്മൾ ചുടുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പം നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യ് ഒഴിച്ചിട്ട് നല്ലെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് നല്ലൊരു കോമ്പിനേഷൻ. അല്ലെങ്കിൽ ഏതെണ്ണയായാലും ഒഴിച്ചാൽ ഈ ദോശയ്ക്ക് നല്ല ഒരു ടേസ്റ്റാണ്. കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടണം. ക്രിസ്പി എന്ന് വെച്ചാൽ ഒരുപാട് ആവണ്ട, ഒന്ന് സാധാരണ ദോശയെക്കാട്ടി കുറച്ചും കൂടെ ഒന്ന് മുരിയണം. എന്നാലും ഈ ഒരു ദോശയുടെ ഒരു ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ കുറച്ച് വേഗം കൂടുതലാണ്, കാരണം നമ്മൾ അപ്പം തന്നെ അങ്ങ് അരച്ചെടുക്കുകയല്ലേ, പൾസസും കൂടെ അല്ലേ. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടെടുത്തിട്ട് ഈ കളറിലങ്ങ് എടുക്കുക. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ തക്കാളി ചട്നിയാണ്. അത് ഞാൻ ഒരുപാട് വട്ടം റെസിപ്പീസ് കാണിച്ചിട്ടുണ്ട്. ഞാനിത് സിമ്പിളായിട്ട് ഓരോ ഹെൽത്തി ഓപ്ഷൻസ് കാണിക്കുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് കേട്ടോ. ഞാനൊരു വലിയ കുക്കല്ലെങ്കിലും എനിക്ക് മനസ്സിലായി കുറച്ച് ആൾക്കാർക്കൊക്കെ എൻ്റെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും കഷ്ടപ്പെട്ടിട്ടുള്ള കുക്കിംഗ് അല്ല, എല്ലാം ഈസി ആൻഡ് സിമ്പിൾ മെത്തേഡ് എൻ്റെ കുക്കിങ്ങിൽ കാണിച്ചിട്ടുള്ളൂ. ഞാനത് സിമ്പിൾ കാണിക്കുന്നേ ഉള്ളൂ. ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇട്ടത് കേട്ടോ. ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.